Hi guys, this is JP. Welcome to JP's Sculptance Lab. I know it's been a while. ചെറിയ പനിയും ചെറിയ മടിയൊക്കെയായിരുന്നു. ആക്ച്വലി വലിയ മടിയായിരുന്നു. മടി കാരണമാണ് ഇത്ര ഒരു ഗ്യാപ്പ് വന്നത്. പിന്നെ മടി പിടിച്ചും ചെയ്തൊരു വർക്കാണത്. വർക്ക് തന്നല്ലേ ഇത്തവണയും ഒരു മാർവൽ തിങ്ങാണ്. മ്യോൾനിയർ, നമ്മുടെ തോറിൻ്റെ ദ മോസ്റ്റ് പവർഫുൾ ആൻഡ് മാജിക്കൽ വെപ്പൺ. ആക്ച്വലി തോർ എന്ന് പറയുന്നത് മാർവലിൻ്റെ ഒരു ക്യാരക്ടറല്ല, മാർവലിലെ നോർസ് മിത്തോളജിയിൽ നിന്ന് ചൂണ്ടിയ ഒരു ക്യാരക്ടറാണ് ഈ തോർ, ഓഡിൻ. ഇവരെല്ലാം നമ്മുടെ വൈക്കിങ്സിൻ്റെ ഗോഡ് അല്ലെങ്കിൽ അവരുടെ ദൈവ സങ്കല്പങ്ങളാണ് ഈ തോറും ഓഡിനൊക്കെ. അപ്പോൾ അവർക്ക് വൈക്കിങ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഐറ്റമാണ് ഈ മ്യോൾനിയർ എന്ന് പറയുന്നത്. അവരുടെ റിച്വൽസിനും അവർ സിംബലൈസ് ചെയ്യുന്നത് പ്രൊട്ടക്ഷൻ, ഫെർട്ടിലിറ്റി. ഇത് ക്രിസ്ത്യൻസിന് ക്രോസ് എങ്ങനെ അതുപോലെയാണ് വൈക്കിങ്സിന് മ്യോൾനിയർ. മാർവൽ അത് അവരിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് എക്സ്ട്രാ പഠിപ്പിന്നുള്ള കയറ്റി. അതായത് നമ്മുടെ വർത്തിനസ്, ഇത് പൊക്കണമെങ്കിൽ ഒരു വർത്തിനസ് വേണം, പിന്നെ ഇത് ഉറുമെറ്റിലൊന്നും ഉണ്ടാക്കിയാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മാർവലിൻ്റെ അകത്ത് മാർവലിനായിട്ട് കൊണ്ടുവന്നപ്പോൾ ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധാരണ നമ്മൾ കാണുന്ന ഹാമറിനെക്കാളും ചെറിയൊരു പിടിയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അത് ഉണ്ടാകാനൊരു കാരണമുണ്ട്. ഇത് ഡോൾസാണ് ഇത് ഉണ്ടാക്കിയത്. നമ്മൾ മാർവൽസിലും അല്ലെങ്കിൽ അവഞ്ചേഴ്സിലൊക്കെ കണ്ടിട്ടാവും. അപ്പം സിൻഡ്രി ആൻഡ് ബ്രോക്ക് എന്നും പറഞ്ഞൊരു 2 ഡോഴ്സാണ് ഇത് ഉണ്ടാക്കുന്നത്. അവിടെ ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മുടെ ലോക്കി ഒരു ഇൻസെക്റ്റ് ആഡ് ചെയ്യുന്നത് അതിൽ ഡോഴ്സിൻ്റെ കണ്ണിൽ കടിക്കുകയും അങ്ങനെ ഒരു ആക്സിഡൻറ്റിലാണ് ഈ ഹാമറിൻ്റെ ഹാൻഡിൽ ചെറുതായി പോയെന്നുള്ളൊരു സ്റ്റോറി ഉണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഹാൻഡിൽ ചെറുതായി പോയത്. ഞാൻ പറഞ്ഞല്ലോ മടി പിടിച്ചതൊരു വർക്കാണെന്ന്. അതുകൊണ്ട് ഡീറ്റെയിലിങ് കുറച്ച് കുറവാണ്. കാരണം ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, എൻ്റെ ഒരു മെയിൻ സാധനമായ സ്ട്രാപ്പില്ല. സോ എങ്ങനെയുണ്ട് എൻ്റെ മ്യോൾനിയർ എന്ന് നിങ്ങൾ നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കോമെൻറ്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.